അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ ചാപ്റ്ററായ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് അല്ലേ, പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. അതിന് തിയറി കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് പാർട്ട്നേഴ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം നമുക്ക് തയ്യാറാക്കേണ്ട ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൽ പറയാനുള്ളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ആൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. നമ്മൾ സോൾ ട്രേഡിങ്ങിൽ നമുക്കറിയാം അവിടെ ഒരു ഓണർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ. പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാം മിനിമം 2 ആളുകളുണ്ടാവും, ചിലപ്പോൾ അത് അധികവും ആകാം. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമുക്ക് ആദ്യം ഇവിടെ തയ്യാറാക്കാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് 2 മെത്തേഡ് ഉണ്ട്. അഥവാ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡുകളുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, മറ്റൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ആദ്യം നമുക്ക് എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് അല്ലേ, മാറ്റമുണ്ടാകുന്നത് എന്നാണ് അർത്ഥം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പറയുന്നത് ഓപ്പണിംഗ് ബാലൻസും ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ അഡീഷണൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ആ വർഷം പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലാഭത്തിൻ്റെ വിഹിതം, ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ, അഥവാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് ആവില്ല അവസാനം, അഥവാ ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വ്യത്യാസമുണ്ടാകും. കാരണം ഓപ്പണിംഗ് ബാലൻസിന് ശേഷം ആ വർഷം അവർക്ക് കിട്ടിയതും ആ വർഷം അവരിൽ നിന്ന് പോയതെല്ലാം എന്തിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ഫോർമാറ്റ് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ആദ്യം തന്നെ മനസ്സിലാക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടാൻ കാരണമാകുന്ന എല്ലാ ഐറ്റംസും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ ക്യാപിറ്റൽ കുറയാൻ കാരണമാകുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കുക. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് വളരെ എളുപ്പത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി നോക്കുക, ക്രെഡിറ്റ് സൈഡിൽ നോക്കൂ. ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഡൗൺ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും തൊട്ടടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ അതാണ് അത് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് കാണിക്കുന്നത്. ഓർ ക്യാഷ് ഓർ ബാങ്ക്, അഥവാ പുതുതായിട്ട് തുടങ്ങുന്ന സ്ഥാപനമാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ദെൻ അസറ്റ്, എന്തെങ്കിലും അസറ്റ് അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ദെൻ അടുത്താണ് ക്യാഷ് ഓർ ബാങ്ക് അഡീഷണൽ ക്യാപിറ്റൽ. അവർ തുടക്കത്തിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതിന് പുറമെ കുറച്ച് കാല പ്രവർത്തനത്തിന് ശേഷം അഡീഷണൽ ആയിട്ട് അവർ വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ അതും അവർ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അടുത്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് സ്ഥാപനം പാർട്ട്നേഴ്സിന് പലിശ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ചിലവാണെങ്കിലും ഈ ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇൻകമാണ്, അഥവാ അത്രയും തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകും. അതുകൊണ്ട് അതും ക്രെഡിറ്റ് ചെയ്യണം. മറ്റൊന്ന് സാലറി. പാർട്ട്നേഴ്സിന് സാലറി കമ്പനിയുടെ വ്യവസ്ഥ പ്രകാരം നൽകുന്നുണ്ടെങ്കിൽ സാലറി, അതുപോലെ കമ്മീഷൻ, ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ലാസ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ്, സ്ഥാപനത്തിലുള്ള പ്രോഫിറ്റിൻ്റെ പങ്ക്. സ്ഥാപനത്തിൽ എന്തെങ്കിലും ലാഭം ബാക്കിയുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ വിഹിതം ഓരോ പാർട്ട്ണർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ റേഷ്യോ അനുസരിച്ച് അവർക്കത് വീതിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ കൂടാൻ കാരണമാകുന്ന ഐറ്റംസാണ്. അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് സൈഡിൽ വന്നത്. ഇനി ഡെബിറ്റ് സൈഡിൽ നോക്കൂ, ഡ്രോയിങ്സ്.
ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന മൂലധനത്തിൽ നിന്ന് അഥവാ ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റായിട്ടോ പിൻവലിക്കുക. അങ്ങനെ വന്നാൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്നൊരു പാർട്ട്ണർ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റായിട്ടോ പിൻവലിച്ച് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ആ ഒരു പാർട്ട്ണർ സ്ഥാപനത്തിലോട്ട് നൽകേണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്. അതുകൊണ്ട് അത്രയും തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടാണ് കാണിക്കുക. ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമായതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഷെയർ ഓഫ് ലോസ്. നേരത്തെ പറഞ്ഞ ലാഭത്തിൻ്റെ വിഹിതം പോലെ തന്നെ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിൽ ആ നഷ്ടവും അവരുടെ അതേ റേഷ്യോയിൽ തന്നെയാണ് പാർട്ട്നേഴ്സ് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എത്രയാണോ നഷ്ടം അത്രയും തുക അവർക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് ചോദ്യം. ആനന്ദ് ആൻഡ് ബാലൻ എൻറ്റേർഡ് ഇൻടു എ പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിങ് 50,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി. ആനന്ദ്, ബാലൻ എന്ന രണ്ടാളുകൾ 50,000 രൂപയും 30,000 രൂപയും കൊണ്ടുവന്ന് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. ദ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. ലാഭവും നഷ്ടം 2:1 എന്ന അനുപാതത്തിലാണ് വീതിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. അഥവാ ആനന്ദിന് ഒരു വർഷത്തിൽ 5,000 രൂപ സാലറി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയും തീരുമാനിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡ് അറ്റ് ദ റേറ്റ് 6% പെർ ആനം. അവരുടെ ക്യാപിറ്റൽമേലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6%. ദെൻ ദ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദി ഇയർ എൻഡിങ് December 31, 2015 വേർ 6,000 ആൻഡ് 5,000 റെസ്പെക്റ്റീവ്ലി. അവരുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ആനന്ദിൻ്റേത് 6,000വും ബാലൻ്റേത് 5,000 ആയിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദ് 300 ആൻഡ് ബാലൻ 200 ടു ബി ചാർജ്ഡ്. അവരുടെ ഡ്രോയിങ്സിന് പകരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദ് 300 രൂപയും അതുപോലെ തന്നെ ബാലൻ 200 രൂപയാണ് കൊടുക്കേണ്ടത്. ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ആനന്ദ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ 15,000. ആനന്ദിൻ്റെ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ട്രീറ്റ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ വീതിച്ച് നൽകണം. Prepare the capital account of partners assuming that they maintain the accounts according to fixed capital method. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. അതിനുശേഷം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യും എന്നുള്ളതിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻ ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത് അല്ലേ. നമുക്ക് ആദ്യം ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ട് ആക്കാം. ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈസിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് അല്ലേ. രണ്ട് സൈഡുണ്ട്, ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്, രണ്ട് സൈഡുകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആനന്ദ് എന്ന പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ആനന്ദ് എന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടാൻ കാരണമാകുന്ന, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇവിടെ എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിലും എഴുതുക. ഇത്ര ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് നിൽക്കുക, ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. എന്നിട്ട് ചിന്തിക്കുക, ഈ ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്, അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇവിടെ എഴുതുന്നത് മുഴുവൻ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്നതാവണം. ഇവിടെ എഴുതുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആനന്ദിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ നമുക്ക് ആദ്യം എഴുതേണ്ട എന്താ, ആനന്ദും ബാലനും ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2:1 എന്ന അനുപാതത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ലാഭവും നഷ്ടവും ഒക്കെ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. നമ്മൾ ആനന്ദിൻ്റെ മാത്രം ഇപ്പോൾ എടുത്താൽ മതി, കാരണം ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്, ഫോർമാറ്റ് പ്രകാരം ആദ്യം ഓപ്പണിംഗ് ബാലൻസ്.
ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക്. ആ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഓരോ പാർട്ട്ണറും കൊണ്ടുവന്ന തുക ഇല്ലെങ്കിൽ മുമ്പത്തെ തുകയുടെ എത്രയുണ്ട് അതായിരിക്കും ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യപ്രകാരം ആനന്ദ് 50,000 രൂപയാണ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആനന്ദ് കൊണ്ടുവരുന്നത് 50,000 രൂപയാണ്. അപ്പോൾ അത്രയും തുക ആനന്ദിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലെങ്കിൽ പുതിയ സ്ഥാപനം തുടങ്ങുന്നത് കൊണ്ട് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് എഴുതിയിട്ട് നമുക്ക് എവിടെ ചെയ്യാം? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. കാരണം മനസ്സിലായല്ലോ, ക്രെഡിറ്റ് സൈഡിൽ ഏതുള്ള കാരണം അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന കാര്യമാണ്. അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ തുകയാണത്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. ക്യാഷ് എത്രയാണ്? 50,000. ക്യാഷ് 50,000. ഇനി നോക്കുക, ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. ഇനി അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ സാലറി ഓഫ് 5,000 പെർ ഇയർ. ഒരു വർഷത്തിൽ 5,000 രൂപ സാലറി ആയിട്ട് ആനന്ദിന് ലഭിക്കുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എവിടെ നമ്മൾ എഴുതാം? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. സാലറി 5,000. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ നോക്കുക. ഇനി അടുത്തത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് പ്രൊവൈഡഡ് അറ്റ് ദ റേറ്റ് 6%. ക്യാപിറ്റലിന്മേലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6% നൽകുന്നുണ്ട് എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെങ്ങനെ കാണുക? ഓരോ പാർട്ണറും കൊണ്ടുവന്ന ക്യാപിറ്റൽ അതിന്മേലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക. ആനന്ദ് 50,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാപിറ്റലായിട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ 6% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? 50,000ൻ്റെ 6% അല്ലേ, 50,000 ഇൻറ്റു 6/100 അല്ലേ. നമുക്ക് ഈ ഒരു 2,500 5 ഇൻറ്റു 6 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടും. 30 2 0 ആഡ് ചെയ്തെടുത്താൽ 3,000 കിട്ടും അല്ലേ, 3,000. അപ്പോൾ എന്താ എത്രയും കിട്ടി നമുക്ക്? ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3,000 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000. അപ്പോൾ ആനന്ദിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000. ഇനി ബാലൻസ് കാണുമ്പോൾ എങ്ങനെ ചെയ്യുക? എത്രയാണോ ബാലൻ എന്ന പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അതിൻ്റെ 6% കാണാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞു നോക്കുക. ഡ്രോയിങ്സ് അല്ലേ. ആ വർഷം അവസാനിക്കുന്ന സമയത്ത് ആനന്ദിൻ്റെയും ബാലൻ്റെയും ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ആനന്ദ് എന്ന പാർട്ട്ണർ ആ വർഷം അവസാനം വരെ പിൻവലിച്ചിട്ടുള്ളത് 6,000 ആണ്. അഥവാ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് അവർ പിൻവലിച്ച തുകയാണ് ഡ്രോയിങ്സ്. അപ്പം അത്രയും തുക പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാകും. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ. ഡ്രോയിങ്സ് 6,000. അടുത്തത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 ആൻഡ് 200. അഥവാ ഈ ഒരു പിൻവലിച്ച ഡ്രോയിങ്സിന് പകരമായിട്ട് ആനന്ദ് എന്ന പാർട്ട്ണർ സ്ഥാപനത്തിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 300 രൂപയാണ്. അപ്പോൾ അത്രയും തുക വീണ്ടും ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയും, അഥവാ ക്യാപിറ്റലിൽ നിന്ന് കുറയും. കാരണം ആനന്ദ് സ്ഥാപനത്തിലോട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അത്രയും തുക കുറയും. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സ്ഥാപനത്തിന് കുറച്ച് പ്രോഫിറ്റ് അവിടെയുണ്ട്. അഥവാ ആനന്ദിൻ്റെ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇതെല്ലാം നൽകിയതിന് ശേഷം സ്ഥാപനത്തിൽ 15,000 ലാഭമായിട്ട് സ്ഥാപനത്തിലുണ്ട്.
അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം തീർച്ചയായിട്ടും പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ആ 15,000 നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് വീതിച്ചു കൊടുക്കണം. കാരണം രണ്ടാളുണ്ട്, ആനന്ദുണ്ട് ബാലനുണ്ട്. എങ്ങനെ വീതിച്ചു കൊടുക്കുക? നമ്മളെ ചോദ്യത്തിൽ കൃത്യമായിട്ട് റേഷ്യോ തന്നിട്ടുണ്ട് 2:1. അഥവാ ആകെയുള്ള 2/3 ഭാഗം ആനന്ദിനും 1/3 ഭാഗം ബാലനും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 15,000 എന്ത് ചെയ്യുക? അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 എന്നാണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്കുള്ളത് 15,000 ആണ്. സോ 15,000 ഇൻറ്റു 2:1 എന്ന് പറയുമ്പോൾ ആനന്ദിന് 2/3 ഉണ്ടാവും. ആനന്ദിന് 2/3 എത്ര ഉണ്ടാവും? 15,000 2/3 എത്ര ഉണ്ടാവും? 10,000 അല്ലേ? 10,000 ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 10,000 ആനന്ദിനും ബാക്കിയുള്ള 5,000 ബാലനുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയെന്ന് കിട്ടി? 10,000 ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഇനി ഈ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എവിടെ എഴുതുക? ഇത്രയും തുക 10,000 രൂപ ലാഭത്തിൻ്റെ വിഹിതമായിട്ട് കിട്ടുകയാണ് അല്ലേ? അപ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകും. സോ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം അല്ലേ? 15,000 ഇൻറ്റു 2/3 10,000. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയർ ഓഫ് പ്രോഫിറ്റ് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അഥവാ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, ആനന്ദ് എന്ന പാർട്ട്ണറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, കുറയാൻ കാരണമായി നമ്മൾ ഡെബിറ്റ് സൈഡിലും എഴുതി. എല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇത് ക്ലോസ് ചെയ്യണം അല്ലേ? അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കണം. ഇനി അതാണ് നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് എങ്ങനെ? ഏത് സൈഡാണ് കൂടുതൽ നോക്കുക അല്ലേ? ഇവിടെ ഏതായാലും സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. എത്രയുണ്ട്? 50, 55, 58, 68 അല്ലേ? 68,000 68,000 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നേരെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും അല്ലേ? 68,000. ഇനി എന്ത് ചെയ്യും? ഇവിടെ എത്രയുള്ളത്? ആകെ 6,300 മാത്രമേ ഉള്ളൂ. 6,300. അതിനർത്ഥം ഈ 68,000 6,300 പോയാൽ എത്ര ഉണ്ടാകാം? 6,300 പോയാൽ എത്ര ഉണ്ടാവും? 61,700 അല്ലേ? 61,700. 61,700. ഇതാണ് എന്ത്? ക്ലോസിംഗ് ബാലൻസ് അഥവാ ബാലൻസ് ക്യാരി ഡൗൺ. ഇതിന് നേരെ നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഇനി അടുത്ത വർഷത്തെ എന്ത്? ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തു? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 61,700 ആണ് എഴുതുക. ഓരോ വർഷത്തെയും ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പം ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. ഒരു പാർട്ട്ണറെ ഭാഗം നിന്ന് ചിന്തിക്കുക. പാർട്ട്ണർക്ക് കിട്ടുന്നത്, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്യാം. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നമ്മൾ മനസ്സിലാക്കില്ലേ. ഇനി അടുത്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡ് പഠിക്കാൻ. നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പഠിച്ച ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ, ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകൾ ഇവിടെ നമ്മൾ തയ്യാറാക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറൻറ്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഒറ്റ അക്കൗണ്ട് മാത്രമേ ഒരു പാർട്ട്ണർക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു പാർട്ട്ണർക്ക് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ, then അതിന് പുറമെ എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും, ഈ ഒരു കാര്യം മാത്രം ഒരു അക്കൗണ്ടിൽ എഴുതും എങ്കിൽ അതിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരിക്കും. ബാക്കി വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ,
ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ്, സാലറി, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേറെ ഒരു അക്കൗണ്ടിലാണ് എഴുതുക എങ്കിൽ ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അറിയുന്ന കാര്യം തന്നെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പഠിച്ച അതേ ഐറ്റംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഭാഗങ്ങളാക്കി ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും. അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അഥവാ നമ്മുടെ ക്യാപിറ്റലിലെ മാറ്റം വരുത്തുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് ലോസ്, കമ്മീഷൻ, സാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വേറെ ഒരു അക്കൗണ്ടിൽ എഴുതും. അതിനെ പറയുന്ന പേരാണ് എന്ത്? കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അവിടെ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ 2 അക്കൗണ്ടിലാണ് ഓരോ പാർട്ണർക്ക് 2 അക്കൗണ്ട് ഉണ്ടാക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറൻറ്റ് അക്കൗണ്ട്. തൊട്ട് മുമ്പ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ചെയ്ത അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു അല്ലേ? അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആനന്ദുണ്ട്, ബാലനുണ്ട്. അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അഥവാ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെ ആ ഒരു ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫോർമാറ്റ്. നമ്മൾ നേരത്തെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ചെയ്ത ചോദ്യം അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആനന്ദം ഉണ്ടായിരുന്നു, ബാലനുണ്ടായിരുന്നു. അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും അഥവാ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 2 അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഒരു പാർട്ട്ണർക്ക് തന്നെ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതേ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ്. ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും, ബാലൻസ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. ഇങ്ങനെ 2 അക്കൗണ്ടുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഓരോന്നിലും എന്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ? ആ ചോദ്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് ബാലൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ വെച്ചിട്ടാണ്? 30,000 രൂപ വെച്ചിട്ടാണ് ബാലൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഏത് അക്കൗണ്ടിൽ എഴുതുക? ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതുക? ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ 2 അക്കൗണ്ട് ഉണ്ടാക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒന്ന് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നറിയപ്പെടുന്നതിലാണ് ഏത് കൊടുക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടത്. അഥവാ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ക്യാഷ് എന്താണോ കൊണ്ടുവരുന്നത് ആ തുക ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഏത് സൈഡാണെന്ന് നമുക്കറിയാം അല്ലേ? അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് എന്ന് പറയും. ക്യാഷ് എത്ര? 30,000, 30,000 ക്യാഷ് എഴുതില്ലേ? ഇനി എന്താ ഇവിടെ അഡീഷണൽ വരിക? അഡീഷണൽ എന്തെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എവിടെ എഴുതും? ഈ ഒരു സൈഡിൽ എഴുതും. ഞങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്യാഷ് എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് അതുപോലെ അഡീഷണൽ കൊണ്ടുവന്നിട്ടുള്ള തുക ഇത് മാത്രമേ ഏതിൽ വരുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് അവർ കൊണ്ടുവന്ന ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ പിന്നെ അഡീഷൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ അഡീഷനിൽ ഒന്നും പറയുന്നില്ല, ബാലൻ അഡീഷനായിട്ട് കൊണ്ടുവരുന്നു പറയുന്നില്ല. സോ ഈ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം? ഇവിടെ 30,000 നമ്മളിവിടെ 30,000 നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേ എമൗണ്ട് ഇവിടെ ഇരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ. നമ്മൾ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞാൽ 30,000 തന്നെയാണ്, കാരണം വേറെ ഒന്നും അവിടെ ഇല്ല. അതോടുകൂടി എന്ത് ചെയ്തു? ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എവിടെ എഴുതുക? കറൻറ്റ് അക്കൗണ്ടിൽ. നമുക്ക് അറിയുന്ന ഐറ്റംസിന് ഓരോ ഐറ്റംസ് എടുത്തിട്ട് സൈഡിൽ അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കൂ, ബാലന് സാലറി ഇല്ല. സാലറി ആനന്ദിന് മാത്രമേ ഉള്ളൂ, ബാലന് സാലറി ഇല്ല. അതുകൊണ്ട് സാലറി നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. കാരണം ക്യാപിറ്റൽ രണ്ടാളും കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഥവാ ബാലൻ്റെ ക്യാപിറ്റൽ എത്രയുള്ളത്? 30,000, 30,000. അതിൻ്റെ 6% അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റൽ മേലാണ് അത് കാണുന്നത്. ബാലൻ്റെ കാണുമ്പോൾ ബാലൻ 30,000 ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ 6% എത്ര ഉണ്ടാവും? അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര തുക എഴുതാം? എങ്ങനെ കാണുക? 30,000 ആണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ബാലൻ കൊണ്ടുവന്നപ്പോൾ 30,000 ഇൻറ്റു 6 ബൈ 100 എത്ര ഉണ്ടാവും? നമുക്ക് കിട്ടുക
1800 ആയിരിക്കും. 1800. ഇനി എന്താണ് ഉള്ളത്? ഇനി ക്വസ്റ്റ്യനിൽ നോക്കൂ. ഇനി ചോദ്യത്തിലുള്ള ഡ്രോയിങ്സ് ആണ്. ബാലൻ എന്ന പാർട്ട്ണർ ഡ്രോയിങ്സ് അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് ഉള്ള വിഡ്രോവൽസ്. ആ ഡ്രോയിങ്സ് പറയുന്നത് 5000 ആണ്. സോ ഡ്രോയിങ് സെയിൽസ് ഉള്ളവർ നമുക്കറിയാം ഡെബിറ്റ് സെയിൽ, കാരണം അത്രയും തുക അവിടെ കുറയാണ്. ഡ്രോയിങ്സ് 5000. then അതിന് പുറമെ ഡ്രോയിങ്സ് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബാലൻ എന്ന പാർട്ട്ണർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര 200 ആണ്. അപ്പോൾ അത്രയും തുക വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയും. സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 200. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 200. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലേ, 15000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ 15000ത്തിൻ്റെ 2/3 2:1 എന്ന റേഷ്യോയിലാണ് ഒരു ആനന്ദ് ബാലന്ത് എന്ത് ചെയ്യുന്നത് വീതിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് 2/3 ആനന്ദിന് അവകാശപ്പെട്ടതാണ്. ഇനി ബാക്കി എത്രയുള്ള അവിടെ 1/3. 15000ത്തിൽ 10,000 ആനന്ദിന് കൊടുത്തു. ഇനി ബാക്കി എത്ര ഉണ്ടാവും അവിടെ 5000. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. അത്രയും തുക ബാലന് കൂടുകയാണ്, അല്ലെങ്കിൽ ബാലന് കിട്ടുകയാണ്. സോ ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. അതുകൊണ്ട് അത് ക്രെഡിറ്റ്സുകൾ എഴുതണം. ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 ഇൻറ്റു 1/3. എത്രയുണ്ടാവും 1/3 എന്ന് പറഞ്ഞാൽ 5000. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അല്ലേ? ഇത് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. എത്ര വരും നോക്കുക. 6800 ഉണ്ടാവും. 6800 നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 6800. ഇവിടെ ഉള്ളത് ആകെ 5200. 5200 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 6800 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 1600. 1600 ആണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. ഇതാണ് എന്ത് ക്ലോസിംഗ് ബാലൻസ്. കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്യാരിഡ് ആണോ? കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1600 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1600 നമുക്ക് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് നമ്മൾ ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് കിട്ടാറുണ്ടല്ലോ. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് ബാലൻസ് അഥവാ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസും കിട്ടും. കറണ്ട് അക്കൗണ്ട് മേ ബി ഷോ ഡെബിറ്റ് ബാലൻസ് ആൾസോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്രെഡിറ്റ് ബാലൻസ് ആണ് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്കവിടെ ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത് നമുക്കറിയാം. ഇൻ കേസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് അത് കാണിക്കേണ്ടത്. ദെൻ മറ്റൊരു കാര്യം, ഈ ഒരു മെത്തേഡ് പ്രകാരമാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് വളരെ ഈസിയാണ്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെയാണോ ലഭിക്കുന്നത്, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിലായിരുന്നു. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഇതിൽ വരുന്ന മറ്റു ഐറ്റം നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6% ആയിരിക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6% ആയിരിക്കും എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക്
ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.